ഇന്ന് നമ്മുടെ വിക്ടോറിയസിൻ്റെ ഒരു ചെറിയ റിവ്യൂ പറയാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് കമൻസ്, ഒരു 4-5 കമൻസും ഒരു 4-5 ആൾക്കാർ എന്നോട് ഇത് കുറേ ദിവസങ്ങളായിട്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കോർത്തിണക്കിയിട്ട് ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വണ്ടി സൂപ്പറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് നെഗറ്റീവും കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് വീഡിയോ ഫുൾ കണ്ടു നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് ഇനി ഇതിൽ എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പം എന്നോട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ താങ്ക് യു ഫോർ വാച്ചിങ്. ഫസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക. നമ്മൾ കുറച്ച് ഡേയ്സ് ആയിട്ട് ഇങ്ങനെ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല, കുറച്ച് ബിസി ആയിപ്പോയി. അപ്പം ഇനി ചെയ്യാൻ ശ്രമിക്കാം, യൂസർ റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. 2-3 ചാനലിൽ എന്നെ ചോദിച്ചിട്ടുണ്ട് റീസർ റിവ്യൂ ചെയ്യാൻ. ഞാൻ പറ്റിയാണ് അവരുടെ കൂടെയും കൂടി ചെയ്തിട്ട് അവരുടെ ക്വസ്റ്റിനും കൂടി ആൻസർ ചെയ്തിട്ട് നമുക്ക് പറ്റുന്ന പോലെ ചെയ്യണം. ഇത് LSI ബേസ് മോഡലാണ്, വിക്ടോറിയസിൻ്റെ ബേസ് മോഡലാണ്. ഏകദേശം 13 ലക്ഷമാണ് ഞങ്ങൾക്ക് ആക്സറീസ് അടക്കം ആയിട്ടുണ്ടായിരുന്നത്. 13-18 അങ്ങനെ എന്തോ ആണ് ആയിട്ടുണ്ടായിരുന്നത്. ഓഫീസ് കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അപ്പം സംഭവം എന്ന് വെച്ചാൽ നെഗറ്റീവ് കമൻസ് ഉണ്ടോ, നെഗറ്റീവ് ഉണ്ടോ ബ്രോ, എനി നെഗറ്റീവ് ഉണ്ടോ, കംഫർട്ട് ആൻഡ് പവർ, ബ്ലൈൻഡ് സ്പോട്ട്, സസ്പെൻഷൻ, ഈ കാര്യങ്ങളാണ് ഫസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരു കമൻറ്റ് ഉണ്ടോ. അപ്പം ആ ഒരു കമൻറ്റിന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, വണ്ടി നെഗറ്റീവായിട്ട് എനിക്ക് അങ്ങനെ അത്രത്തോളം ഫീൽ ചെയ്തിട്ടില്ല. അതാണ് ഫസ്റ്റ് പറയാനുള്ളത്. കംഫർട്ട് അത്യാവശ്യം നല്ല കംഫർട്ട് വണ്ടി തരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സെഗ്മെൻറ്റിൽ ഞാനിപ്പോൾ ഓടിച്ച വണ്ടിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, കംഫർട്ട് വൈസ് ഇഷ്ടപ്പെട്ട ഒരു വണ്ടി ഇത് തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ബിൽ ക്വാളിറ്റിയും കാര്യങ്ങളുണ്ട്, അത് എടുത്ത് പറയണം. പുതിയ സെൽട്ടോസ് ഞാൻ ഓടിച്ചിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ബിൽ ക്വാളിറ്റി കാര്യങ്ങൾ, 5 സ്റ്റാർ സേഫ്റ്റി, ആ കാര്യങ്ങളൊക്കെ വണ്ടി അടിപൊളിയായിട്ടാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പവർ എന്ന് പറഞ്ഞത് ഭയങ്കര മാസീവായിട്ടുള്ള പവറൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് വണ്ടി പോയാൽ ഒരു ആവറേജ് പ്ലസ് ആയിട്ട് കൂട്ടിയാൽ മതി. വണ്ടി വെയിറ്റും ഉണ്ട്, അത്യാവശ്യം 1.5 നാച്ചുറൽ എക്സ്പെക്റ്റഡ് ആണ്. നമ്മുടെ ബ്രസേലൊക്കെ ഉള്ള അതേ സെയിം എഞ്ചിനാണ്, ഗ്രാൻഡ് വിറ്റാര ബ്രസേലൊക്കെ ഉള്ള സെയിം എഞ്ചിനാണ്. അപ്പം പെർഫോമൻസ് ഗ്രാൻഡ് വിറ്റാറിൻ്റെ സിമിലർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് കേട്ടോ ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ പെർഫോമൻസ് അങ്ങനെ ഭയങ്കര പെർഫോമൻസ് അല്ല. ഞാനിപ്പോൾ റീസെൻ്റായിട്ട് ഓടിച്ചു നോക്കുന്ന ഈ 100+ വണ്ടി ഓടിക്കുന്നത്. അതിൻ്റെ മേലേക്ക് ഞാൻ നോക്കിയിട്ടില്ല, നമുക്ക് അങ്ങനെയുള്ള റോഡും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ നോക്കിയിട്ടില്ല. പിന്നെ അധികം ഞാൻ ഫാമിലി ആയിട്ടാണ് പോവാറ്. അപ്പോൾ ആ ഒരു കാര്യം എനിക്കറിയില്ല. അങ്ങനെ പൊളിച്ച് ഓടിക്കണമെന്നുണ്ടെങ്കിൽ സ്കോഡ അല്ലെങ്കിൽ ഫോക്സ് വാഗൺ വണ്ടികൾ എടുക്കുന്നതായിരിക്കും ബെറ്റർ ഉണ്ടാവുക. അല്ലെങ്കിൽ 1.5 അല്ലെങ്കിൽ 1.4 ടർബോ പെട്രോൾ എഞ്ചിൻ കൊടുക്കുന്ന സെൽട്ടോസോ നമ്മുടെ ആ സീരീസിലുള്ള വണ്ടികളുണ്ടല്ലോ, അതിലേക്കായിരിക്കും പോകുന്നത് ബെറ്റർ കേട്ടോ. അതാണ് എൻ്റെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള കാര്യം പറയാനുള്ളത്. ഇത് പെർഫോമൻസ് അല്ല, മൈലേജ് പ്ലസ് ഒരു അത്യാവശ്യം വേണ്ട പെർഫോമൻസ്, അത്യാവശ്യം വേണ്ട സ്റ്റൈൽ, അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് കേട്ടോ. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ സസ്പെൻഷനെ കുറിച്ച് പറയുന്നത് പൊളിയാണ്. നമ്മൾ ബാഡ് റോഡ് കൂടി ഓടിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സസ്പെൻഷൻ തരുന്നുണ്ട് കേട്ടോ. നല്ല ട്യൂണിങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് വണ്ടിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ കേട്ടോ. നമുക്കിപ്പം കാണാനൊക്കെ പറ്റുന്നുണ്ട്. ഒരു സീറ്റിംഗ് പൊസിഷൻ കാര്യങ്ങളും പറയാണ്. ഇതിന് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ല, ഒരു നോർമൽ മീഡിയം ലെവലിലാണ് സീറ്റ് ആയിട്ടുള്ളത്. ആ സൈഡിലേക്ക് നമുക്ക് കാണുന്നുണ്ട്. ഇതിപ്പോൾ എൻ്റെ കണ്ണിൻ്റെ നേരെ തന്നെ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇതേപോലെ തന്നെ ഏകദേശം വിഷൻ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഏകദേശം നമ്മൾ കറക്റ്റ് കണ്ണുമ്പിൽ വെച്ചാൽ ഇങ്ങനെയാണ് വിഷൻ കിട്ടുക. ഇപ്പം ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയാൻ ഈ ഒരു സാധനം ചെറിയ ബ്ലൈൻഡ്, ഇത് കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. തലയൊക്കെ ചെറുതായിട്ട് ഇവിടെ അടിക്കുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട് അടിക്കുന്നത്. നെഗറ്റീവായിട്ട് കൂട്ടാം. ഇത് കുറച്ച് വലുതാണെന്ന് തോന്നി. അതെല്ലാ മാരുതി വണ്ടികളും ഇങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ എ പില്ലർ കുറച്ച് വലുതാണ്, അപ്പം ആ ഒരു ചെറിയ ഫീലിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എപ്പോഴും നന്നാക്കിയാൽ കൊള്ളാം എന്നുള്ളൊരു സാധനം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണൊരു ബ്ലൈൻഡ് സ്പോട്ടിനെ കുറിച്ച് പറയാം. അപ്പം നമ്മൾ ഈ ആംഗിളിലേക്ക് തിരിക്കുമ്പോൾ അധികം ഇവിടെ ചില സമയത്ത് കട്ടായി പോകാറുണ്ട്. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാറില്ല, പക്ഷേ ഞാൻ എപ്പോഴെങ്കിലും പറ്റുകയാണെങ്കിൽ കാണിച്ചു തരാം. അതിൻ്റെ ഒരു ബ്ലൈൻഡ് സ്പോട്ട് കാണാമല്ലോ. ആ കാർ ഇപ്പം കാണുന്നില്ല, ആ രീതിയിലുള്ള ബ്ലൈൻഡ് സ്പോട്ട് കിട്ടാറുണ്ട്. ഇപ്പോൾ കാർ പോവുകയും ചെയ്തു. അപ്പം അങ്ങനെയാണ് ഉള്ളൊരു സംഭവം ഉള്ളത് കേട്ടോ. ഞാൻ നെഗറ്റീവ് പവറും കാര്യങ്ങളും പറഞ്ഞല്ലോ, മൈലേജ് പറഞ്ഞു. പിന്നെയും പുള്ളി ചോദിച്ചു മൈലേജ് ആൻഡ് കംഫർട്ട് ഓൾസോ ബ്രോ, വിക്ടോറിയസ് ആണോ എലിവേറ്റ് ആണോ നല്ലത്, മൈലേജ് കൂടുമ്പോൾ നല്ലത് ഏതാണെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും മാരുതി വെഹിക്കിളാണ് മൈലേജ് ഉണ്ടാവുക. ബിൽ ക്വാളിറ്റി ഏകദേശം സെയിം ആയിട്ടാണ് വരുന്നത്. പിന്നെ എലിവേറ്റ് വേറൊരു ടൈപ്പാണ്. എലിവേറ്റ് ഇതിൻ്റെ അടുത്ത് നാൾ ഞാൻ എറണാകുളത്ത് പോയ സമയത്ത് ഇതിൻ്റെ അടുത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ചുകൂടി വലിയ വണ്ടിയായിട്ട് തോന്നി. എലിവേറ്റ് കുഞ്ഞു വണ്ടി പോലെ ഫീൽ ചെയ്തു. എലിവേറ്റ് നല്ല ലുക്കിംഗ് വണ്ടിയാണ്. ഞാൻ എലിവേറ്റ് പോകാഞ്ഞ സർവീസ് കോസ്റ്റ് കൂടും എന്നുള്ള രീതിയിലാണ് എലിവേറ്റിലേക്ക് പോകാഞ്ഞത്. എലിവേറ്റും ഈ റേഞ്ചിൽ കിട്ടുന്ന ഒരു വണ്ടി കേട്ടോ, ഇതേ സെഗ്മെന്റിൽ കിട്ടുന്നതാണ്. ഏകദേശം ഫീച്ചറും കാര്യങ്ങളൊക്കെ സെയിം ആയിട്ട് വരും. അപ്പം എലിവേറ്റിലേക്ക് അതായിരുന്നു പോകാഞ്ഞ്. ബ്ലാക്ക് മോഡലും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല രസമുള്ള വണ്ടിയാണ്. എന്തുകൊണ്ട് റൈഡും കംഫർട്ടും കാര്യങ്ങളും ഈലങ്കാട്ടി നല്ലതാണ്. അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു പേടിയുള്ളതുകൊണ്ട്, ഹോണ്ട ആയതുകൊണ്ട് തന്നെ ഹോണ്ട ബൈക്ക് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സർവീസ് കോസ്റ്റ് കൂടുമോ എന്നുള്ള പേടിയിൽ ഞാൻ പോകാഞ്ഞിട്ടാണ്. കറക്റ്റ് സർവീസ് കോസ്റ്റ് എത്രയാണെന്നുള്ളത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഹോണ്ടേൻ്റെ ഇതിൻ്റെ സർവീസ് കോസ്റ്റ് ഓൾമോസ്റ്റ് വന്നിട്ടില്ല, 2 സർവീസേ കഴിഞ്ഞിട്ടുള്ളൂ.
സർവീസ് കോസ്റ്റും കാര്യങ്ങളും ഇതുവരെ വന്നിട്ടില്ല. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ട് ഞാൻ കറക്റ്റ് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടോ, എത്രത്തോളം വരും എന്നുള്ളത്. ഐ മീൻ ഫസ്റ്റ് പെയ്ഡ് അല്ലെങ്കിൽ കുറച്ചുകൂടി പെയ്ഡ് സർവീസ് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഈ കൊല്ലം 2 സർവീസാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് എടുത്ത് ഒരു 1000 കിലോമീറ്ററിൽ ഒരു സർവീസ് കഴിഞ്ഞു. ഇപ്പോൾ 5000 പറഞ്ഞു, പക്ഷേ 6 മാസം കഴിഞ്ഞിട്ടാണ് 3000 അടുത്ത് എത്തിയിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് സർവീസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അതും ഞാൻ ആൻസർ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്ര തന്നെ കമൻറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. പിന്നെ കുറേ പേഴ്സണൽ മെസ്സേജ് ആയിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നൊരു പുള്ളി ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഫ്രോൺസ് എടുക്കണോ ഇത് എടുക്കണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രോൺസ് CNG അല്ലെങ്കിൽ വിക്ടോറിയസ് CNG. ഞാൻ പുള്ളിനോട് പറഞ്ഞതാണ്, നിങ്ങൾക്ക് വലിയ വണ്ടിയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് രണ്ടുമാണ് ഓപ്ഷൻ എങ്കിൽ ഡെഫിനറ്റ്ലി വിക്ടോറിയസിലേക്ക് വരാം. കാരണം പൈസ പ്രശ്നമല്ലെങ്കിൽ ഇതിലേക്ക് വരാം, ഡെഫിനറ്റ് ആയിട്ട് വരാം. പിന്നെ എന്താ പറയുക, വെളിച്ചം കുറവാണ്. അപ്പം അതാണ് ഫസ്റ്റ് കാര്യം പറയാനുള്ളത്. പിന്നെ നമ്മുടെ വേറെ വണ്ടികൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ക്രെറ്റ, സെൽട്ടോസ്, നമ്മുടെ ഇതിൻ്റെ തന്നെ കൗണ്ടർ പാർട്സ് ആയിട്ടുള്ള ഹൈറൈഡർ, ഗ്രാൻഡ് വിറ്റാര, ഈ വണ്ടിയിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് ഗ്രാൻഡ് വിറ്റാര, ഹൈറൈഡർ ഇത് കമ്പയർ ചെയ്യുമ്പോൾ സെയിം വണ്ടിയാണ്, ഒരു ചേഞ്ചസും ഇല്ല, സെയിം വണ്ടിയാണ്. പുറത്തുള്ള ഡിസൈൻ മാത്രമേ ചേഞ്ചസ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏതിൻ്റെ ഡിസൈനാണോ ഇഷ്ടം ആ ഡിസൈനിലേക്ക് പോവുക, ആ വണ്ടി എടുക്കുക. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഇനിയിപ്പം സെൽട്ടോസ് പുതിയ ഇറങ്ങി, അതിനും 5 സ്റ്റാർ സേഫ്റ്റി ഉണ്ട്. അപ്പോൾ സെൽട്ടോസിലേക്ക് എടുക്കണമെന്നതിൻ്റെ ലുക്കാണ് ഫസ്റ്റ് കാര്യം. സെൽട്ടോസാണ് താല്പര്യമല്ല, സെൽട്ടോസിൻ്റെ സർവീസ് സെൻറ്ററും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു വണ്ടിയാണ് നിങ്ങൾക്ക് നാഷണൽ എക്സ്പെക്റ്റ് ആണ് നോക്കുന്നതെങ്കിൽ അതിലേക്ക് പോവാം. അത് കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ്. പക്ഷേ ചില വേണ്ട ഫീച്ചർ അതിൽ കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡിഫോക്കർ ലൈൻസ് ഇല്ല, ബാക്കിൽ വൈപ്പർ രണ്ടിലും ഇല്ല. പിന്നെ സ്മാർട്ട് കീ അല്ല, ഇതിൻ്റെ സ്മാർട്ട് കീ വലിയ രസമുള്ള സ്മാർട്ട് കീ ഒന്നും അല്ല, പക്ഷേ എന്നിരുന്നാലും പറയാൻ ഒരു സ്മാർട്ട് ആണ്, അത്രയേ ഉള്ളൂ. സെൽട്ടോസിൽ എനിക്ക് സെക്കൻഡ് തേർഡ് മോഡൽ വരെ അങ്ങനെയല്ല, സെക്കൻഡ് മോഡൽ വരെ അങ്ങനെയല്ല തോന്നുന്നു. ഇങ്ങനൊരു ഇത് കവറിട്ടതാണ് വൃത്തിയായി. അപ്പോൾ ഇത് ബേസ് മോഡൽ മുതൽ തരുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും പൈസ കൊടുക്കുമ്പോൾ ഇതൊക്കെ മിനിമമായിട്ട് കൊടുക്കണം എന്ന് എനിക്ക് ഫീൽ ചെയ്തു, അത്രേ ഉള്ളൂ. പിന്നെ ടേൺ മിറർ കൺട്രോളും കാര്യങ്ങളും ഉണ്ട്. ഇപ്പം സെൽട്ടോസിലാണെങ്കിലും ഇതിലല്ല, എനിക്ക് തോന്നുന്നു ക്രെറ്റയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ബോഡി IRVM ഒക്കെ താഴെയാണ് വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ഇൻഡിക്കേറ്റർ ലൈറ്റൊക്കെ ബോഡിയിലാണ് വരുന്നത്. അതൊരു ബാഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇത്ര വലിയ വണ്ടിയിലൊക്കെ ബാഡായിട്ട് എനിക്ക് തോന്നുന്നു. അതൊക്കെ വേണ്ടതാണെന്ന് വെച്ചാൽ അല്ല കേട്ടോ, വണ്ടി ഇപ്പോൾ എല്ലാം ഓൾമോസ്റ്റ് ബേസ് മോഡലെല്ലാം ഓക്കെയാണ്. ക്രെറ്റയിലേക്ക് വരുമ്പോൾ ബേസ് മോഡലിൽ ടച്ച് സ്ക്രീനും കാര്യങ്ങളും ഇൻഫോർട്ടൈൻമെൻറ്റ് കാര്യങ്ങളും ഇല്ല. സെൽട്ടോസിലേക്ക് 10 എത്ര ഇഞ്ചിൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതാണ് താല്പര്യം വെച്ച് അങ്ങോട്ട് പോവുക. ബാക്കിൽ ക്യാമറ ഇറക്കം വരുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇതിൽ ക്യാമറ വരുന്നില്ല, ഇതിൽ ഇത്ര മാത്രമേ ഉണ്ടാവുള്ളൂ, അത്ര സ്ക്രീൻ ഉണ്ടാവുള്ളൂ. ഒരു 7 ഇഞ്ചിൻ്റെ MID അല്ലെങ്കിൽ ടച്ച് സ്ക്രീനാണ്. പിന്നെ MIDയും കാര്യങ്ങളും ഇങ്ങനെയാണ് വരുന്നത്. സെൽട്ടോസിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഒരു പോഷ് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും, അത്രമാത്രം വ്യത്യാസമുള്ളൂ. അപ്പം നിങ്ങൾക്ക് നിങ്ങളിഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സ്ക്രീനും കാര്യങ്ങളൊക്കെ വരുന്നത്. നിങ്ങൾക്ക് അറിയുന്നതാണ്, ബേസ് മോഡലാണ് കേട്ടോ. ഇത് ബേസ് മോഡലിൻ്റെയാണ് ഇങ്ങനെ വരുന്നത്. അത്യാവശ്യം വേണ്ട ഒരു ഫ്രഷ് ആയിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആളാണെങ്കിലും സെക്കൻഡായിട്ട് നമ്മുടെ ഈ ലോക്കൽ വണ്ടികളിൽ നിന്നൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ലോക്കൽ എന്നല്ല കേട്ടോ, സ്വിഫ്റ്റ് ഒന്നും ലോക്കലല്ല. അങ്ങനെ ഈ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് സ്വർഗ്ഗമായിരിക്കുമല്ലോ. എനിക്കിത് സ്വർഗ്ഗമാണ്. അപ്പം അങ്ങനത്തെ ആൾക്കാർക്കും പൈസ കുറവുള്ള ആൾക്കാർക്കും, എൻ്റെ പഴയ കമൻറ്റിൽ കിട്ടിയ അതേ കമൻറ്റ്, പൈസ കുറവുള്ള ആൾക്കാർക്കും ഈ വണ്ടി എടുക്കാം കേട്ടോ, സുഖസുന്ദരമായിട്ട് ഓടിക്കാം. അപ്പോൾ ഇതാണ് സംഭവം. വണ്ടി ഉറപ്പ് കണ്ടില്ലേ, ഈ ഒച്ച ഉണ്ടാവും കേട്ടോ. ഇത്ര വലിപ്പമുണ്ട്, ഞാൻ ഇത്ര അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ എൻ്റെ ഓഫീസിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. ഇത്ര മാത്രം നല്ല ഒരു വണ്ടിയാണ് കേട്ടോ. അപ്പം ഇതാണ് വണ്ടിൻ്റെ ഒരു ഏകദേശം ഓവറോൾ വാക്ക് അറൗണ്ട് കാര്യങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ വണ്ടി. ഞാൻ കൂൾ ഫിലിം ഒട്ടിച്ചിട്ടുണ്ട്, അതാണ് അതിൻ്റെ ഒരു വ്യത്യാസമുള്ള ബ്ലാക്ക് കളർ കാണുന്നതാണ്. റൂഫ് റെയിൽസ് ഇല്ല, വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. അലോയ് വീൽസ് ഇല്ല. ബാക്കിലേക്ക് വരുമ്പോൾ ഇതാണ് ലുക്ക്. അത് മൈലേജ്, സർവീസ്, അതേപോലെ ആർ യു സാറ്റിസ്ഫൈഡ് എന്ന് വെച്ചാൽ ഞാൻ റിയലി സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പോൾ ഈ വണ്ടി എടുത്തതിന് ശേഷം എനിക്ക് വേറൊരു വണ്ടീനെ കുറിച്ച് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നില്ല. എടുക്കായിരുന്നു. ഇപ്പോൾ സെൽട്ടോസ് കണ്ടു, സെൽട്ടോസ് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, പക്ഷേ എനിക്ക് അത് എടുക്കണം എന്നുള്ളൊരു ഫീലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ വേറെ ഏത് വണ്ടി പോവുകയാണെങ്കിലും അതെടുത്താൽ മതിയായിരുന്നു എന്ന് ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് ഫീൽ ചെയ്തത് ഇതിൻ്റെ ഒരു ബ്ലാക്ക് കളർ ഉണ്ട്, ആ ഒരു മോഡൽ മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതെടുത്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടി പൈസ കൂട്ടിയിട്ട് ബ്ലാക്ക് കളർ എടുക്കായിരുന്നു എന്നുള്ളൊരു ഫീല് വന്നിട്ടുണ്ടായിരുന്നു. പ്ലസ് ഓട്ടോമാറ്റിക് ആ ഒരു സംഭവം കൂടി വന്നിട്ടുണ്ടായിരുന്നു മനസ്സിൽ. ഈ ഒരു നെഗറ്റീവ് വെച്ച് ബാക്കി കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. വണ്ടി പൊളിയാണ്, പൊളി ലുക്കാണ്. പിന്നെ ഈ കളർ ബേസ് മോഡലിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഇതായിരുന്നു. വൈറ്റ് നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്, വൈറ്റ് മോഡിഫൈ ചെയ്യാൻ നല്ലതായിരിക്കും. പിന്നെ സിൽവർ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു കളർ മാത്രമായിരുന്നു, ഈ മാറ്റ് മാഗ്രേ എന്ന് പറഞ്ഞിട്ടുള്ള കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതിന് ആൻസർ പറഞ്ഞെന്ന് വിചാരിക്കുന്നു. പിന്നെ മൈലേജ് എന്ന് പറയാൻ ഇപ്പം ഞാൻ റീസെറ്റ് ചെയ്തിട്ടുണ്ട്, അല്ല അത് കാണിച്ചു തരായിരുന്നു. പഴയ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. എനിക്ക് 16.67 ആ റേഞ്ചിലാണ് ടോപ്പ് മൈലേജ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. വണ്ടിയിൽ കാണിച്ചതും ഏകദേശം എനിക്ക് കിട്ടിയതും അത്ര തന്നെയായിരുന്നു. ടാങ്ക് ടു ടാങ്ക് മെത്തേഡ് നോക്കിയിട്ടുണ്ടായിരുന്നത്. 200 കിലോമീറ്ററാണ് ഓടിയിട്ടുണ്ടായിരുന്നത്. ടാങ്ക് ടു ടാങ്ക് മെത്തേഡിലാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്.
അതിലും ഏകദേശം സെയിം കിലോമീറ്റർ തന്നെ കാണിച്ചിട്ടത്. അത് ഞാൻ ഓടിച്ച രീതി എന്ന് പറഞ്ഞത് നല്ല സ്പീഡിൽ ഓടിച്ചിട്ടുണ്ട്. സിറ്റിയിലൊക്കെ ഏകദേശം 60-ന്റെ മേലെ ഒരു 80-ന്റെ റേഞ്ചിലാണ് ഓടിച്ചിട്ടുണ്ടായിരുന്നത്, ഫ്രീ റോഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ട്രാഫിക് അല്ലാത്ത സമയത്ത്. ട്രാഫിക്കിലാകുമ്പോൾ നേരെ 20-ഉം 10-ഉം ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഐ മീൻ സ്പീഡ് മറ്റേ എറുമ്പരിക്കുന്ന പോലെ പോകാന്നൊക്കെ പറയല്ലോ, ആ രീതിയിലും പോയിട്ടുണ്ട്. ടോപ്പ് എൻഡ് അതായത് 100, 110-ലും പോയിട്ടുണ്ട്. അങ്ങനെ മിക്സഡ് ആയിട്ടുള്ള ഇതാണുള്ളത്. ഹൈവേയിൽ മാത്രമാണെങ്കിൽ എന്തായാലും ഒരു 17-ന്റെ മേലൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. 17-18-ന്റെ ഇടയിലായിരിക്കും കിട്ടുക. നിങ്ങൾ മൈലേജ് നോക്കി ഓടിക്കുകയാണ് അതിലും കൂടുതൽ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മൈലേജ് നോക്കിയിട്ടേ ഇല്ല, മൈലേജ് നോക്കി അങ്ങനെ ഓടിച്ചിട്ടേ ഇല്ല. പിന്നെ 5 ആൾക്കാർ പോകുമ്പോൾ ചെറിയൊരു ലാഗും കാര്യങ്ങളും ഉണ്ട് ഫീൽ ചെയ്ത്. ഇന്നലെ പോയ സമയത്തൊക്കെ അങ്ങനെ തോന്നുന്നുണ്ട്. ഹൈവേയിൽ അത് തോന്നുന്നില്ല, പക്ഷേ നമ്മുടെ ഈ സ്റ്റേറ്റ് ഹൈവേന്റെ റോഡൊക്കെ ഉണ്ടല്ലോ, 2 ലൈൻ റോഡുകളിലൊക്കെ തോന്നാറുണ്ട് കേട്ടോ. അല്ല, ഒരു ഹമ്പ് ഉണ്ട് കേട്ടോ അവിടെ. ഹമ്പ് നമ്മളിപ്പോൾ ചാടി, എന്നിട്ടും ആ ഡാഷ് ക്യാമറ അല്ലെങ്കിൽ ഡാഷ് ക്യാമറ അല്ല, നമ്മൾ ഡാഷിലാണ് വെച്ചിട്ടുള്ളത്, ക്യാമറ പ്രശ്നം വന്നിട്ടില്ല കേട്ടോ. ഇതാണ് കേവ് വളയ്ക്കാനുള്ള ഒരു ലെവൽ, ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇപ്പം നമ്മൾ കേവ് വളച്ചു ചാടി എന്ന് പറഞ്ഞല്ലോ, ഈ ഒരു ഇതാണ് സസ്പെൻഷനിൽ എനിക്ക് ഇതാണ് പറയാനുള്ളത് കേട്ടോ. വണ്ടി ഇപ്പം ഇത്ര സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. നമ്മൾ ഈ കേവ് വരയ്ക്കുമ്പോഴുള്ള ആ ഒരു വണ്ടി മാനർ ചെയ്ത് കൊണ്ടുനടക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് ഭയങ്കര വണ്ടി കയ്യിൽ നിൽക്കുന്നുണ്ട്, അത് പറയേണ്ടത് തന്നെയാണ് കേട്ടോ. വണ്ടി കയ്യിൽ നിൽക്കുന്നുണ്ട്. നമ്മൾ സ്പീഡും കാര്യങ്ങളും അത്രത്തോളം ഇല്ല, പക്ഷെ ക്യാമറ മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി വേറെ തന്നെയാണ് എനിക്ക് കിട്ടുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ലൈറ്റ് സ്റ്റിയറിംഗ് അല്ല എന്നല്ല അറിയാലോ, മാരുതിൻ്റെ വെഹിക്കിളൊന്നും ലൈറ്റ് സ്റ്റിയറിംഗ് അല്ല. അപ്പം അതിൻ്റെതായ വേറൊരു ഗുണം, ഒരു കംഫർട്ട് കാര്യങ്ങളും വളവിലുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു കാര്യമുള്ളത്. ഇപ്പോൾ ഏകദേശം 60-50 ആ റേഞ്ചിലാണ് പോകുന്നത്. അപ്പം അതിലാണ് നിൽക്കുന്നത്. എനിക്കത് ബെറ്റർ ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഹോപ്പ് ഇറ്റ് ഈസ് ബെറ്റർ എന്നുള്ള രീതിയിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. വാവ് ഉണ്ടായിരുന്നത്. ഇപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഓവറോൾ കാര്യങ്ങൾ കേട്ടോ. അപ്പം വണ്ടി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഒരു വേർഡിക്റ്റ് പോലെ പറയുകയാണെങ്കിൽ മൈലേജ് ഏകദേശം എനിക്ക് 16-ന്റെ അടുത്താണ് കിട്ടുന്നത്. സിറ്റിയിലാണെങ്കിൽ 14 കിട്ടുന്നത്. ഇപ്പം MID ഞാൻ റീസെറ്റ് ചെയ്തു. ഏകദേശം വണ്ടി 3000 കിലോമീറ്ററിൻ്റെ അടുത്താണ് ഓടിയിട്ടുണ്ടായിരുന്നത്. വണ്ടി എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇഷ്ടപ്പെട്ടു. വേറെ വണ്ടി ഇപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. വണ്ടി ഭയങ്കര കംഫർട്ടാണ്, വണ്ടി അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെന്താ പറയാനുള്ളത്, ഇപ്പം കൂൾ ഫിലിം കാര്യങ്ങൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. വേറെ വണ്ടീനെ കുറിച്ച് കാര്യമായിട്ട് നെഗറ്റീവ് ഇല്ല. എനിക്ക് ആകെ തോന്നിയത് ബ്ലാക്ക് കളർ കിട്ടിയില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്, ഓട്ടോമാറ്റിക് ഇല്ല എന്നുള്ള സങ്കടമുണ്ട്. ആ 2 കാര്യം വെച്ച് കഴിഞ്ഞാൽ വേറെ കാര്യമില്ല. പിന്നെ ബാക്കിൽ കയറുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാക്കിൽ കയറാൻ കുറച്ച് ഒരു ഹൈറ്റ് കൂടിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ തല തട്ടുമോ എന്നൊരു ഡൗട്ട് ഉണ്ട് ഇറങ്ങുമ്പോഴോ കയറുമ്പോഴോ. അത് ഇനി ഇത് വെച്ചുകൊണ്ടാണോ എന്നറിയില്ല കേട്ടോ. ആ ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ. വണ്ടി അല്ലെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ, എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് എടുക്കാം. ഞാനിപ്പം 6 മാസത്തിൻ്റെ അടുത്തായി യൂസ് ചെയ്യുന്നു. 3000 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. വണ്ടി ഉഷാറാണ്. ഇതാണ് എനിക്ക് കിട്ടിയ റഫ് മൈലേജിൻ്റെ കാര്യം പറഞ്ഞാൽ കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഓടിക്കുന്നത് ഏകദേശം 80-100 ആ റേഞ്ചിലാണ് ഓടിക്കുന്നത്. അതുവരെ വണ്ടി എത്തും. അതിൻ്റെ പുറത്തേക്കും പുഷ് ചെയ്യണ വണ്ടിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ഒരു 2 ആൾക്കാരൊക്കെ ആണെങ്കിൽ, 3-4 ഫുൾ ആൾക്കാരാണെങ്കിൽ ചെറിയൊരു ലാഗും കാര്യങ്ങളും ഫീൽ ചെയ്യുന്നുണ്ട്. സ്ട്രെയിറ്റ് റോഡിലും ചെറിയ ലാഗ് ഫീൽ ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ഇനി പെട്രോളിൻ്റെ പ്രശ്നമാണോന്ന് അറിയില്ല, E20 ആയല്ലോ അതുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പോൾ ഇതാണ് സംഭവങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പറ്റുകയാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളെ പറയാനുള്ളൂ. ഇനി എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് കേട്ടോ.